എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയെടുക്കാം. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കിലോ തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്തിട്ടുള്ള തക്കാളി വേണം എടുക്കാനായിട്ട്. തക്കാളി നല്ലതായിട്ട് കഴുകി ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. തക്കാളി ആദ്യം നടുക്കൂടെ നമുക്കങ്ങ് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിയുമ്പം ഞെടുപ്പിൻ്റെ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഭാഗം അങ്ങ് കട്ട് ചെയ്തങ്ങ് കളയണം കേട്ടോ. എന്നിട്ട് നമുക്ക് തക്കാളിയെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വരാം. തക്കാളി എല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. തക്കാളിയെല്ലാം നമുക്കൊരു പാത്രത്തിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് എന്ന് പറയുവാണെങ്കിൽ ചെറിയ ബീട്രൂട്ടാണ് ഒരു ബീട്രൂട്ട്, മീഡിയം ബീട്രൂട്ടാണ് അരമുറി ബീട്രൂട്ട് മാത്രമേ എടുക്കാവൂ. നമ്മൾ ഈ ടൊമാറ്റോ കെച്ചപ്പിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നത്. കൂടിപ്പോവരുത് കേട്ടോ. കൂടിപ്പോകുമ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും. ഇവിടെ ഞാൻ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3 അല്ലി എടുത്തത്. ചെറിയ വെളുത്തുള്ളിയാണ് 5 അല്ലി വരെ എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കില്ല കേട്ടോ. ഇതിൽ നിന്ന് നല്ലതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. 20 തൊട്ട് 25 മിനിറ്റ് വരെ തക്കാളി വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയും വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം ആയി കിട്ടാനായിട്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലതായിട്ട് തക്കാളി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇതിനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. ഞാൻ ഇവിടെ തക്കാളി നല്ല രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അരിപ്പയിൽ കൂടെ ഇതിനെ അരിച്ചെടുക്കണം. തക്കാളിയുടെ കുരുവൊക്കെ കാണും, അത് പോകാനായിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നത് കണ്ടില്ലേ. തക്കാളിയുടെ കുരുവും അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് മാറ്റാം. തക്കാളി ഇവിടെ നല്ല രീതിയിൽ ഇങ്ങനെ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് സ്റ്റൗവിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നതുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 നുള്ളു കുരുമുളക് പൊടിയോടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ മിക്സ് ചെയ്യാം. നല്ലതായിട്ട് ഇത് തിളച്ച് ഇത് വറ്റി വരണം. ഇത് നല്ലതായിട്ട് കുറുകി വരണം. കുറച്ച് കുറുകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഒരു ഗ്യാപ്പ് ഇട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നല്ലതായിട്ട് തിളച്ച് വന്നു കഴിയുമ്പം നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. പുളി കുറവാ എന്ന് കാണുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനെടുത്ത തക്കാളിക്ക് പുളി കുറവുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്ത്. ഇത് തെറിക്കുന്ന കണ്ടില്ലേ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ ആയോ എന്ന് അറിയാനായിട്ട് ഒരു പാത്രം എടുക്കുക. ഇതിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാത്രം ചരിച്ച് കൊടുക്കുമ്പോൾ താഴോട്ട് വെള്ളം പോലെ പോരരുത്. വെള്ളം പോലെ ഇങ്ങനെ പോരുന്നുണ്ടെങ്കിൽ ആയിട്ടില്ലെന്നാണ് അർത്ഥം. ഇപ്പം ഒട്ടും വെള്ളം പോലെ പോരുന്നില്ല. ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഈ പരുവം വേണം ആവാനായിട്ട്. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ജാറിലോട്ട് ഇത് മാറ്റാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ ഇത് വന്നിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് ഇപ്പോൾ മാറ്റിയത് പിന്നെ ഗ്ലാസ് ജാറിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. 3 തൊട്ട് 4 ആഴ്ച വരെ ഫ്രിഡ്ജിൽ കേടാവാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്ത് എളുപ്പത്തിലാണ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് വീട്ടിലുണ്ടാക്കിയെടുത്തത്. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തില്ലേ നമ്മൾ മേടിക്കാറുള്ളത്. ഇപ്പോൾ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാം ഇത് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.